ശബരിമല യുവതി പ്രവേശനം സംബന്ധിച്ച് വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. നാളെ കേസ് പരിഗണിക്കുകയാണ്. ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നിലപാടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? നമ്മളിതിപ്പോൾ നാളെ കോടതിയുടെ മുന്നിൽ വരില്ലേ. അപ്പോൾ ഇത് വിവാദ പ്രശ്നമായിട്ട് മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ശക്തികൾ കേരളത്തിലുണ്ട്. ഇവിടെ വിശ്വാസത്തിൻ്റെ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ വിശ്വാസികളുടെ താല്പര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിയമപരമായ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇത് സംബന്ധിച്ചപ്പോൾ നമുക്ക് അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ കഴിയുള്ളൂ. എല്ലാവരോടും അഭിപ്രായങ്ങൾ ചർച്ച ചെയ്ത് സമന്വയം ഉണ്ടാക്കേണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് സങ്കീർണതകളുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തെ അവധാനതയോടുകൂടി ചർച്ച ചെയ്ത് പരിഹാരം കാണാനാണ് ഇടതുപക്ഷം ശ്രമിക്കുക. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് സഹായകരമായൊരു തീരുമാനവും LDFിൻ്റെ ഭാഗത്തുണ്ടാവില്ല. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സമവായ ചർച്ച പാർട്ടിക്കകത്ത് നടന്നിട്ടുണ്ട്? കാരണം കുറേ കാലമായിട്ട് അത് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും സജീവമാണ്. അതിനിപ്പോൾ പ്രത്യേകിച്ച് കോടതിയിൽ സർക്കാരിൻ്റെ ഒരു നിലപാട് പറയേണ്ടതുണ്ടല്ലോ. നേരത്തെയുള്ള നിലപാട് തന്നെയാണോ, അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് പാർട്ടിയുടെ ഉന്നത തലത്തിലെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടാവില്ലേ? അല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കോടതി എന്നത് പോസ്റ്റ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഇത് കോടതി ഇപ്പോൾ നാളെ പോസ്റ്റ് ചെയ്തു. ഇപ്പോൾ കോടതി അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിക്കട്ടെ. അങ്ങനെയല്ലേ, കോടതി എന്ത് പറയുന്നു എന്നുള്ളതായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ആ തീരുമാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഒരു തീരുമാനം എടുത്തിട്ട് നമ്മൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അല്ല, ഇത് കോടതി ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതും കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ കേരളത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്തത് ജനങ്ങളെ, വിശ്വാസികളെയും ഇടതുപക്ഷത്തെയും ഭിന്നിപ്പിക്കുന്ന തരത്തിൽ ഉപയോഗപ്പെടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ വിശ്വാസികളെയും ഇടതുപക്ഷത്തെയും ഭിന്നിപ്പിച്ച് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ലാഭമുണ്ടാക്കുന്ന തരത്തിൽ ഒരഭിപ്രായ രൂപീകരണം നടത്തി നിങ്ങളെല്ലാവരെയും സഹായിക്കുക എന്ന ഉദ്ദേശം ഇപ്പോൾ ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു അഭിപ്രായം പറഞ്ഞുകൂടാ. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് മറ്റ് ഹിന്ദു സംഘടനയൊക്കെ ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് എങ്ങനെയാണ് ഈ വിഷയത്തിലൊരു അഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടി? അല്ല, ഇതിലിപ്പോൾ തീരുമാനം എടുത്തിട്ടില്ല. കോടതി എന്താ നാളെ പറയാൻ പോകുന്നത് നമുക്ക് പറയാനും വയ്യ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞില്ല, ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ കാണിക്കേണ്ട അവധാനതയുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും ശ്രദ്ധിക്കുക എന്നുള്ള ജോലി നമുക്ക് നിർവഹിക്കാനുണ്ട്. വലിയ തോതിൽ രാഷ്ട്രീയ ദുർവിനിയോഗത്തിന് പ്രതിപക്ഷവും വലതുപക്ഷ രാഷ്ട്രീയക്കാരും വർഗീയവാദികളും ഉപയോഗിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ എല്ലാ നാനാവിധങ്ങളായ കാര്യങ്ങളെയും ആലോചിച്ചുകൊണ്ടുള്ള അഭിപ്രായത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇടതുപക്ഷം നിർവഹിക്കേണ്ട രാഷ്ട്രീയ ചുമതല. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ നോക്കുന്നേ. നിങ്ങൾ വല്ലാതെ നേരത്തെ അതൊക്കെ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ആയി ബന്ധപ്പെടുത്തിയ ഇത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയിൽ നിർവഹിക്കപ്പെട്ടൊരു കാര്യമല്ല. അത് ദേവസ്വം ബോർഡ് അവരുടേതായ മുൻകൈയിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും സംബന്ധിച്ചുള്ള പ്രാഥമികമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ വരികയുണ്ടായി. ചില പത്രങ്ങളത് വലിയ തോതിൽ വ്യാജ വാർത്തകളായിട്ടും ഉപയോഗപ്പെടുത്തുകയുണ്ടായി. എക്സാജറേറ്റഡ് ആക്കുക, വിഷയങ്ങളെയും വാർത്തകളെയും പിന്നെന്താ പറയുക, വർണ്ണശബളമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ഈ വിഷയം ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വിഷയത്തിന് ആധാരമായ ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനല്ല. അപ്പോൾ ഇടതുപക്ഷത്തെ അടിക്കാനുള്ള പല വടികളും അന്വേഷിച്ച് പോകുന്ന ആളുകൾ ഇതിനെല്ലാം ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിന് കുറേ വിശദീകരണങ്ങളുടെ പ്രശ്നങ്ങളുണ്ടോ. അപ്പോൾ ഇത് ഓഡിറ്റിൻ്റെ ഒരു മൂലയിൽ നിന്ന് ഒരു വാർത്ത എടുത്തിട്ട് ആ വാർത്ത പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ്. അതിപ്പോൾ നമ്മളങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അത് വരട്ടെ. ഇപ്പോൾ അതിൻ്റെ വിശദീകരണം ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുണ്ടല്ലോ. പിണറായി 3.0 എന്നുള്ള പ്രചാരണം ഒരു ഭാഗത്ത് വരുന്നു. മൂന്നാം സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നു എന്നുള്ള
അഭിപ്രായം പറയും. പക്ഷേ സാംസ്കാരിക രംഗത്തെ പലരും ഭിന്നാഭിപ്രായങ്ങൾ പറയുന്നു. എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു ഭിന്നാഭിപ്രായം ഉണ്ടാകുന്നത്? എല്ലാ സാംസ്കാരിക നായകൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭിന്നാഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള ആളെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അവർ പല അഭിപ്രായം പറയുമല്ലോ. നമ്മളിപ്പോൾ സാംസ്കാരിക നായകന്മാർ പറയുന്നത് എല്ലാ കാര്യത്തിലെയും അവസാന വാക്കല്ല. അപ്പോൾ സാംസ്കാരിക നായകന്മാർ അവരുടെ അഭിപ്രായം പറയും. സാംസ്കാരിക നായകന്മാരിൽ ചിലർ വ്യത്യസ്ത അഭിപ്രായം പറയും. സാംസ്കാരിക നായകന്മാർ അവരുടെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. അതിന് നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു സമൂഹമല്ലേ, എല്ലാവർക്കും അഭിപ്രായം പറയാൻ കഴിയും. അപ്പോൾ അഭിപ്രായത്തിൽ നമ്മൾ ആവശ്യമുള്ളതും അംഗീകരിക്കേണ്ടതുമായ കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കേണ്ടതുള്ളൂ. നിരാകരിക്കേണ്ടതാണെന്ന് വെച്ചാൽ നിരാകരിക്കാൻ ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഒരു അടിത്തറയാണ് അഭിപ്രായം പറയുക എന്നുള്ളത്.